നിഞ്ച കാമുയ് ഒരു അനിമയാണ്. ഫസ്റ്റ് സീസണാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 12 എപ്പിസോഡുള്ള ഒരു ഫസ്റ്റ് സീസൺ ആയിരിക്കും ഈ ഒരു അനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് സീസണിൻ്റെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഈസ് ദ ബെസ്റ്റ് വൺ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര ബെസ്റ്റ് വണ്ണാണ്. നമ്മളെ ഭയങ്കര അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എപ്പിസോഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നിഞ്ച ബേസ്ഡ് ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ബ്ലഡ് ബാത്തുള്ള അല്ലെങ്കിൽ ബ്ലഡ് ഷെഡുള്ള ഭയങ്കര രീതിയിൽ നല്ല റെപ്രസെൻറ്റേഷൻ ഉള്ളൊരു അനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അനിമയുടെ ഒരു ക്ലീഷ്യ സ്റ്റോറി ഇതിനെ വലുതായിട്ട് ബാധിക്കാത്തതും. ക്ലീഷ്യ സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ ഒരു വലിയ നിഞ്ച ക്ലാനിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അത് മതിയാക്കി നിഞ്ച അല്ലെങ്കിൽ അസാസിൻ ആവണ്ട, ഇനി അത് മതിയാക്കി ആ ജീവിതം മതിയാക്കി ഒരു സമാധാന ജീവിതം നയിച്ചു പോകുന്ന അല്ലെങ്കിൽ അത് ആ ഒരു സമാധാനപരമായ ജീവിതം അമേരിക്കയുടെ ഒരു വലിയൊരു റൂറൽ ഏരിയയിൽ പോയി ജീവിക്കുന്ന ജോ ലോഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ, വൈഫായിട്ടുള്ള സാറ ലോഗൻ, മകനായിട്ടുള്ള കൈൽ ലോഗൻ. അപ്പം ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ക്ലാൻ, അതായത് ഈ നിഞ്ച ക്ലാൻ ജോയെ കണ്ടുപിടിക്കുന്നു. അതായത് ഈ ക്ലാനിൽ നിന്നിട്ട് നമ്മൾ യൂഷ്വലി അറിയാവുന്നതാണ്, ഒരു നിഞ്ച ക്ലാൻ അല്ലെങ്കിൽ അസാസിനൊക്കെ ഒരു ക്ലാനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സാധാരണ അവർ കണ്ടുപിടിക്കുക, കൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ജോയെ കണ്ടുപിടിക്കുന്നു. ജോയെ കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. ആ ഒരു ശ്രമത്തിൽ കൈലും സാറയും മരിക്കുന്നു. അതായത് മകനും അതേപോലെ തന്നെ വൈഫും മരിച്ചു പോകുന്നു. ജോ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ ജോ മരിക്കുന്നില്ല. അങ്ങനെ ജോ വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതും ആ ഒരു ക്ലാനിനെ ഫുള്ളായിട്ട് നശിപ്പിക്കാനായിട്ട് പോകുന്ന ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. ഇതിനകത്ത് ക്ലീഷ്യ സ്റ്റോറിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ ഒരു ഭാര്യയും മകനെയും കൊന്ന ആ ഒരു റിവെഞ്ച് തീർക്കാനായിട്ട് പോകുന്ന ജോയുടെ സ്റ്റോറിയാണ് ആവണം ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു അനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് മാത്രം കണ്ട ഒരു ഇതും പിന്നെ ഞാൻ കുറച്ച് വായിച്ച റിസോഴ്സുകളിൽ നിന്നിട്ടുമാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മൈക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, സമന്ത എന്ന് പറയുന്ന 2 FBI ഏജൻസ് ഉണ്ട്. ഇവരെയാണ് ഇത്രയും ഒരു ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നല്ല രീതിയിൽ ബ്ലഡ് ബാത്ത് അല്ലെങ്കിൽ നല്ലൊരു രക്തപ്പുഴയുള്ളൊരു എപ്പിസോഡാണ്. അതിൻ്റെ പ്രസൻറ്റേഷനാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫൈറ്റ് സീക്വൻസുകളൊക്കെ. ഒരു നിഞ്ച സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നല്ല ഫൈറ്റ് സീക്വൻസുകളുള്ള അല്ലെങ്കിൽ മൊത്തത്തിലൊരു ചുവന്ന കളർ, അതായത് ആ ഒരു നിഞ്ച കാമെന്ന് എഴുതി കാണിക്കുന്ന ഒരു ടൈറ്റിൽ കാർഡ് തന്നെ ചുമന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാവുന്നതാണ് ഫുള്ള് ബ്ലഡ് ബാത്തിൻ്റെ കളികളാണ്. അപ്പോൾ അത്രയും അധികം ബ്ലഡ് ബാത്ത് ഉണ്ടെങ്കിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ഫൈറ്റ് സീക്വൻസുകൾ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ തോന്നും. യൂഷ്വലി ക്ലീശയാണെങ്കിലും നമ്മൾ ചില സാധനങ്ങൾ പ്രസൻറ്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും, അതൊക്കെ കാരണമായിരിക്കും നമ്മൾ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ അനിമയെ കാണുന്നത്. അതുപോലെ തന്നെയാണ് പല സീരീസുകളിലും അനിമകളിലും നമ്മളൊരു 10-20 എപ്പിസോഡ് കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു 12 എപ്പിസോഡുകളായിരിക്കും വരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. 22 മിനിറ്റാണ് റൺ ടൈം വരുന്നത്. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു റിവ്യൂ ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തായാലും നിങ്ങളൊരു അനിമെ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള ബ്ലഡ് ബാത്ത് ഉള്ള സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആയിരിക്കും നിഞ്ച കാമുയ്.